യിശയ്യാപ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 6-ാം വാക്യം. ഒരു വലിയ വിരുന്നുമേശ റെഡിയാക്കിയിട്ട് ദൈവം തന്റെ ജനത്തെ വിളിക്കുകയാണ്. God has prepared a banqueting table. Hallelujah. നമ്മളൊരു കല്യാണ വിവാഹമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആൾക്കാരെ ഒരു നല്ല വിരുന്നിന് വിളിക്കുന്ന പോലെ നമ്മളെ വിളിക്കുക. And in this mountain shall the Lord of hosts make unto all our people a feast of fat things, a feast of wines on the lees, of fat things full of marrow, and of wines of well refined. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിനായ് പർവ്വതത്തിലല്ല. ഓരോ പ്രാവശ്യവും ദൈവസഭ കൂടുമ്പോൾ നാം സിയോൻ പർവ്വതത്തിന്റെ അനുഭവത്തിലേക്കാണ്. We coming not to Mount Sinai, we coming to Mount Zion. ആ കാര്യം ഒന്ന് ഉയർത്തി. അതിന്റെ ഒരു ലിറ്ററൽ ഫുൾഫിൽമെന്റിന് വേണ്ടി ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നമുക്ക് ARC ഗ്രൗണ്ട് തന്നു. സ്തോത്രം. താമസിക്കാതെ ഈ വർഷം കഴിയുന്നതിന് മുമ്പേ അതിന് സിയോൻ ഗ്രൗണ്ട്, സിയോൻ കുന്ന്, ഇത് സിയോൻ പട്ടണത്തിൽ ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു പ്രതലം. എബ്രായർക്ക് 12-ാം അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ നാം സീനായി പർവ്വതത്തിലല്ല, നാം സിയോൻ പർവ്വതത്തിലേക്ക്. അപ്പോൾ ദൈവം പർവ്വതത്തിൽ എന്താ ചെയ്യുന്നത്? എന്താണ് തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? സകല ജാതികൾക്കും മിശ്രഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞും കൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. എത്ര പേർക്ക് വേണം ഈ വിരുന്ന്? ദൈവം ഒരുക്കുന്ന ഈ വിരുന്നിൽ നിന്ന് പാനം ചെയ്യുവാൻ ദൈവം നമുക്ക് ആഹ്വാനം ചെയ്യുക. കർത്താവ് എപ്പോഴും എന്റെ അടുക്കൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ എന്റെ അടുക്കൽ. എത്ര പേര് ദൈവത്തിന്റെ അടുക്കലേക്ക്? യിശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1-2 പറയുന്നത്, കം കം. ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട, ദാനമായി ഞാൻ എന്റെ പുത്രനിലൂടെ മേജസേറിയ കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് വന്ന് പാനം ചെയ്യുവാൻ, കുടിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങളെ ഒന്ന് ഉയർത്തി. The table is set. നീ ദൈവം ഒരുക്കാൻ പോകുക. ദൈവം ഒരുക്കി, അനേകർ അതിൽ നിന്ന് കുടിക്കുന്നു. ഇത് യേശുവിന്റെ ഊരിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ഇത് വെസ്റ്റ് ബംഗാളിലേക്ക് പോയി. വിശുദ്ധ ശരി എന്ന് നാം കേട്ടതും പറഞ്ഞതും അല്പം അനുഭവിച്ചിരിക്കുന്ന ഹോളി ലാഫ്റ്റർ, പരിശുദ്ധാത്മാവ് ശക്തമായി വരുമ്പോൾ, ഈ പുതുവിന്റെ അനുഭവം വരുമ്പോൾ, ആത്മാവിലുള്ള ചിരി, ഹോളി ലാഫ്റ്റർ, ആത്മാവിലുള്ള ഡാൻസിങ് ഇൻ ദി സ്പിരിറ്റ്. അത് നമ്മളൊന്ന് ചിരിക്കാൻ പറഞ്ഞു. നമുക്കൊന്ന് ചിരിക്കാം. ഒന്ന് ചിരിച്ച് എല്ലാവരും ചിരിച്ച് ഇത് ഇത്ര പേരൊക്കെ നമുക്ക് ചിരിക്കാം. അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കൺട്രോളില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായി കഴിയുമ്പോൾ പിടിച്ചു നിർത്താൻ പാടാം. ഈ നിങ്ങൾ ഇവിടെ കാണുന്ന സ്തോത്രം, ഹല്ലേലൂയ, അത് നമ്മൾ ഒരു 10-15 സെക്കൻഡേ കണ്ടോളും. പക്ഷെ അത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നു. അവിടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഇവര് പുതുവീഞ്ഞും ഈ വചനവും വെളിപ്പാടും ഒത്തിരി ഒന്നും അറിഞ്ഞില്ല. പാസ്റ്റർ ഒരു ദിവസം അവിടെ സംസാരിച്ചു, ഇത് ദൈവം ചെയ്തു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇവരൊന്നും യോഗത്തിലില്ലായിരുന്നു, ഈ വചനം കേട്ടില്ല. പക്ഷെ അടുത്ത ദിവസം അവിടെ ഇരുന്നപ്പോൾ ദൈവം അവരുടെ മേൽ പകർന്നു. അത് അവർക്കൊരു അടയാളമായി തീർന്നു. അത് ദൈവ ഭയമായി തീർന്നു. പാസ്റ്ററിന് പ്രാർത്ഥിക്കാം, പ്രസംഗിക്കാം, വചനം പറയാം, ദൈവം ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയാം. പക്ഷെ പകരുന്നത് ആരാ? ദൈവം. ഹല്ലേലൂയ. വലിയ ആത്മപകർച്ച നമ്മുടെ മേൽ ഒരു വിരുന്ന് മേശ ഒരുക്കി ദൈവം വിളിക്കുകയാണ്. കം 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 ടു ദി ബാങ്ക്വറ്റിംഗ് ടേബിൾ. എത്ര പേര് ആ മേശയിലേക്ക് ഓടി വന്ന് അത് പാനം ചെയ്യുവാൻ റെഡി ആയിരിക്കും? ഹല്ലേലൂയ. അപ്പോൾ പുതുവീഞ്ഞ് എന്തിനാ കാണിക്കുന്നത്? ദൈവത്തിന്റെ പുതിയ ചലനങ്ങളെ. ന്യൂ വൈൻ സ്പീക്സ് അബൌട്ട് എ ഫ്രഷ് മൂവ് ഓഫ് ഗോഡ്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന ഒത്തിരി അടയാളങ്ങളുണ്ട്, സിമ്പിളുകളുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീയായി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നത്? വ്യത്യസ്ത നിലവാരങ്ങൾ, സിമ്പിളുകളിൽ. മഴ പോലെ, നദി പോലെ, ആകാശത്തിൽ നിന്ന് വീഴുന്ന മഞ്ഞ് പോലെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ. ഈ സമയങ്ങളിൽ ദൈവം എങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുന്നത്? ആ കാലമൊക്കെ ഉയർത്തി പറയാം. പുതുവീഞ്ഞ്. എല്ലാവരുടെയും വായിൽ പുതുവീഞ്ഞ്. നിങ്ങൾ പുതുവീഞ്ഞ് കുടിച്ചാൽ, ഇത് പാനം ചെയ്താൽ, ഇത് അനുഭവിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളൊന്ന് തുറന്നാൽ ആ അനുഭവങ്ങളുടെ ആഴത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. So the new wine speaks about a fresh move of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ചലനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ചലിക്കുന്ന ഒരു ആത്മാവാണ്. And the Holy Spirit of God. അതുകൊണ്ടാണ് സഭാ ചരിത്രത്തിൽ നാം കണ്ടത് മാനസാന്തരത്തിന്റെ കാലങ്ങൾ എന്ത് തുറന്നുവിടുന്നത്? The times of repentance. അത് ദൈവത്തിന്റെ ആശ്വാസ കാലങ്ങൾ, ഉണർവിന്റെ കാലങ്ങൾ, സകലത്തെയും ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന കാലങ്ങളെ തുറന്നുവിടും. അപ്പോൾ പുതു വീഞ്ഞ് പകരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്കൊരു ഉണർവ് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ പുതിയ ചലനം എല്ലാ കാര്യത്തെയും പഴയതുപോലെ അതിനേക്കാൾ മേൽമേറിയ രീതിയിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഒരു റെസ്റ്റോറേറ്റീവ് മൂവ് ഓഫ് ഗോഡിനെ കുറിക്കുന്നു. 1500കളിൽ നാം ചിന്തിക്കാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ പുതുവീഞ്ഞ് പകരപ്പെട്ടു. ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ, പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് അതൊരു കാട്ടുതീ പോലെ കത്തിപ്പടരുവാൻ ഇടയായിത്തീർന്നു. 1600കളിൽ എന്താ സംഭവിച്ചത്? അടുത്തൊരു ചലനം, ഒരു ഇവാഞ്ചലിസ്റ്റിക് പ്രസ്ബിറ്റീരിയൻ മൂവ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. മൊറേവിയൻ മിഷണറിമാർ എഴുന്നേറ്റു. അവൻ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ള ഒരു സുവിശേഷത്തിന്റെ തീ കത്തിപ്പടരുവാൻ ഇടയായിത്തീർന്നു. 1700കളിൽ ചാൾസ് ഫിന്നി, ജോൺ വെസ്ലി
വെസ്ലി, 2 സഹോദരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. അവർ ആത്മാവിനാൽ നിറഞ്ഞു. ഒരു മെത്തഡിസ്റ്റ് മൂവ്മെന്റ് വിശുദ്ധിയെ കുറിച്ചുള്ള അങ്ങനെ ഓരോ സ്തോത്രം നമ്മൾ കണ്ടു. 100 വർഷം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോ പുതിയ ചലനങ്ങൾ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. 1990-കളിൽ എന്ത് സംഭവിച്ചു? പെന്തക്കോസ്റ്റ് മൂവ്മെന്റ്, പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന അസൂസ സ്ട്രീറ്റിലും വെയിൽസിലും ഒക്കെ വെളിപ്പെട്ട പെന്തക്കോസ്റ്റിന്റെ അനുഭവം, പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ്. 1500 തൊട്ട് 1900 വരെ 100 വർഷം കൂടിയിരിക്കുമ്പോഴാണ് വലിയ ചലനങ്ങൾ സംഭവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ചെറിയ ചലനങ്ങൾ നടക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ചില മൂവുകൾ, ചെറിയ മൂവുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ചരിത്രം കുറിക്കുന്ന മൂവുകൾ 100 വർഷം കൂടുമ്പോഴാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ 1900 കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് 150 വർഷത്തിനുള്ളിൽ അടുത്ത ചലനം സ്റ്റാർട്ട് ചെയ്യാൻ ഇടയായിത്തീർന്നു. ഒരു ഹീലിംഗ് റിവൈവൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഡെലിവറൻസിന്റെ റിവൈവൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഫെയ്ത്ത് മൂവ്മെന്റുകൾ, ഡിസൈപ്പിൾഷിപ്പ് മൂവ്മെന്റുകൾ. പിന്നെ 10 വർഷം കഴിഞ്ഞ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്, 1500-ൽ 1600-കളിൽ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്, 1700-കളിൽ ഹോളിനെസ് മൂവ്മെന്റ്, 1800-ൽ ഫെയ്ത്ത് ഹീലിംഗ് മൂവ്മെന്റ്, 1900-ൽ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ്, 1950-ൽ ലാറ്റർ റെയിൻ മൂവ്മെന്റ്, 1950-ൽ 1950-ൽ ഡെലിവറൻസ് ഇവാഞ്ചലിസം, 1960-കളിൽ കരിസ്മാറ്റിക് മൂവ്മെന്റ്, 1970-കളിൽ ഫെയ്ത്ത് മൂവ്മെന്റ്, 1980-കളിൽ പ്രൊഫറ്റിക് മൂവ്മെന്റ്, 1990-കളിൽ അപ്പോസ്തോലിക് മൂവ്മെന്റ്, കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ പുതുവീഞ്ഞ് പകരുകയാണ്. ദൈവം ചെയ്യുന്ന ഈ പുതുവീഞ്ഞ് പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? പുതിയ തുരുത്തികൾ വേണം. അല്ലെങ്കിൽ സാധാരണ നമ്മളൊന്ന് വന്നു, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് വന്നു, നമ്മുടെ സ്തോത്രം വിഷയങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ടു, നമ്മൾ അതിൽ തൃപ്തരാണ്. പക്ഷെ ദൈവം എന്താണ് ഭൂമിയിൽ ചെയ്യുന്നത്? ദൈവത്തിന്റെ പ്ലാനുകൾ എന്താണ്? ദൈവത്തിന്റെ പദ്ധതികൾ എന്താണ്? ദൈവം എന്താണ് പദ്ധതി ഇട്ടിരിക്കുന്നത്? കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കണം എന്ന് ഉണരണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിന്റെ കൂടെ സഞ്ചരിക്കുവാൻ ഇടയായിത്തീരണം. How many of us are ready to move with the Holy Spirit? നമുക്കെല്ലാം ഇരിക്കാനാണ് ഇഷ്ടം. നമ്മൾ എന്തെങ്കിലും അനുഭവിച്ചാൽ അവിടെ അങ്ങ് തമ്പടിക്കാനാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ God is a God on the move എന്ന് പറയാം. God is on the move. ദൈവം സകലത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നവരെ ദൈവം നിൽക്കുകയില്ല. God will move. God will pour out his new wine. ദൈവത്തിന്റെ പുതുവീഞ്ഞ് പകർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ തുരുത്തികൾ പുതുതായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ, സത്യങ്ങൾ പരിശുദ്ധാത്മാവ് യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ ആ അനുഭവങ്ങൾ നവീകരിക്കുന്ന, നമ്മെ നൂതനമാക്കുന്ന the newness, ദൈവത്തിന്റെ പുതിയ വീഞ്ഞ്, പുതിയ വെളിപ്പാട്, വചന സത്യങ്ങൾ, വചന വെളിപ്പാടുകൾ. ദൈവത്തിന്റെ സഭ മിസ് ചെയ്തു പോയ ദൈവവചനത്തിന്റെ സത്യങ്ങളും വെളിപ്പാടുകളും ദൈവസഭയിലേക്ക് വരുമ്പോൾ സാധാരണ ജനം ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് വേണ്ട, ഇതെല്ലാം ഓവറാണ് അല്ലേ, ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്തെല്ലാം ഉൾക്കൊള്ളുന്നത്. നമുക്കത് ഗ്രഹിക്കുവാൻ, നമുക്കത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം 37 തൊട്ടുള്ള 40 വരെയുള്ള വാക്യങ്ങൾ, കർത്താവിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് അവിടെ പറയാണ്, പുതുവീഞ്ഞ് എവിടെയാണ് പകരപ്പെടുന്നത്? പുതുവീഞ്ഞ് പഴയ തുരുത്തികളിലല്ല, അത് പുതിയ തുരുത്തികളിലാണ് ദൈവം പുതുവീഞ്ഞ് പകരുന്നത്. And no man putteth new wine into the old bottles, else the new wine will burst the bottles and be spilled and the bottles shall perish. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും. നമ്മളതെല്ലാം ചിന്തിക്കപ്പെടേണ്ടിയിരുന്നു. എന്തു പറ്റി? പരീക്ഷന്മാർക്ക് യേശുവിനെ ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല, മെഷിയെ ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല. തിരുവെഴുത്തുകൾ പറയുന്ന സ്തോത്രം, ഹല്ലേലൂയ, വചനം ജീവനായി ജഡമായി അവരുടെ മധ്യത്തിൽ വെളിപ്പെട്ട യേശുവിനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ ബോക്സിനപ്പുറമായി, അവരുടെ ചിന്താഗതികൾക്ക് അപ്പുറമായി, അവരുടെ സംസ്കാരത്തിനും അവരുടെ കൾച്ചറിനും അവരുടെ പാരമ്പര്യത്തിനും ഒക്കെ അപ്പുറമായി യേശു പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഏറെ എന്തിന്, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് പോലും ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിരൽ ചൂണ്ടി കാണിച്ച യോഹന്നാൻ സ്നാപകന് പോലും ഇടർച്ച വന്നു, ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ട് വന്നു. ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ ചിന്തിച്ചത് യേശു പ്രവർത്തിക്കുമെന്ന്. നമ്മൾ എവിടെയെങ്കിലും അങ്ങ് ഉറച്ചിരിക്കാൻ വേണ്ടിയുള്ളവരല്ല. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനോട് ചലിക്കുവാൻ നമ്മൾ റെഡി ആകണം. നമ്മുടെ മുൻ പരിചയങ്ങൾ പൊളിയണം. പഴയ തുരത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റായി പോയി, ഇതിലപ്പുറം ഒന്നും ഇല്ല. നമ്മൾ റിജിഡായി, നമ്മളൊരു കാഴ്ചപ്പാടിൽ സ്തോത്രം നമ്മൾ പോലും അറിയാതെ നമ്മൾ അങ്ങ് ബോക്സ് ആയി പോയി. ദൈവത്തിന് പുതുവീഞ്ഞ് പകരുവാൻ, ദൈവത്തിന് എന്തെങ്കിലും നമ്മളിലേക്ക് പകരുവാൻ, വെളിപ്പാടുകൾ പകരുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് ഉറച്ചു. നമ്മുടെ മൈൻഡ് സെറ്റുകൾ സെറ്റായി പോയി. We are not flexible. We have become rigid. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും സ്വീകരിക്കുവാൻ കഴിയാത്തൊരു ഹൃദയത്തിന്റെയും മനസ്സിന്റെയും വൈകാരികപരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്ന്, അതുകൊണ്ട് കർത്താവ് പറയുക, പുതുവീഞ്ഞ്. ഈ പുതുവീഞ്ഞ് എന്തിനെ കാണിക്കുന്നത്? ദൈവത്തിന്റെ പുതിയ പ്രവൃത്തികളെ കാണിക്കുന്നു. സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ പുതുപുത്തൻ പ്രവൃത്തികളെ കാണിക്കുകയാണ്, പുതിയ ആരംഭങ്ങളെ കാണിക്കുകയാണ്.
ഇല്ലേ? നിങ്ങൾ ഈ സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഹേമിക്കുമ്പോൾ നമ്മൾ ബോക്സുകളെ പൊളിക്കുകയാണ്. ഒരു കാലം വരെ നമ്മൾ ഇങ്ങനെ ചെയ്തു, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം തന്നു, വെളിപ്പാട് തന്നു, ആത്മഭാരം തന്നു. ഇന്നലെ രാവിലെ ഞാനും സുമപാസ്റ്ററും ഞങ്ങൾ കൊച്ചി പോയി. കുറച്ച് കാലമായി, കുറച്ച് ആഴ്ചകളായി സുമപാസ്റ്ററിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു ഭാരം, ബേർഡൻ, ഹൗസ് ഓഫ് പ്രയറിന്. നേരത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയി 7 ദിവസവും ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് സ്തോത്രം ഒരു പാർട്ട് ടൈമിലേക്ക് വന്നു. 4 ദിവസം ജോലി, 3 ദിവസം ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിച്ചപ്പോൾ തന്റെ ഹൃദയത്തിൽ, അപ്പൊ എനിക്കത് കാണാം, പറയുക മാത്രമല്ല, ആ ഭാരത്താൽ, ആ എരിവിനാൽ, ദൈവത്തിന്റെ ആ ഹൃദയത്താൽ പിടിക്കപ്പെടുന്ന, അപ്പൊ പറയാ കൊച്ചി പോണം, കൊച്ചി പോണം, കൊച്ചി പോണം, അവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പാസ്റ്റർ എപ്പോഴും അത് ഹൃദയത്തിൽ നിന്നാണോ, അത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ, അതിന് കൊടുക്കാനുള്ള വില കൊടുക്കുവാൻ റെഡിയാണോ എന്നൊക്കെയുള്ള ചില എല്ലാവർക്കും, അത് ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ഒരു കാര്യം പെട്ടെന്നായിരിക്കും ഭാരം വരുന്നത്, പക്ഷെ ഞാൻ എന്നെ തന്നെ ആ പ്രോസസ്സിലൂടെ വിധേയമാക്കും. അജിത്, ക്യാൻ യു റിയലി കൗണ്ട് ദ കോസ്റ്റ്? അതിനെ കൊണ്ടുപോകാനുള്ള ആ കോസ്റ്റ് ബെയർ ചെയ്യാൻ അജിത് റെഡിയാണോ നീ? ഞാൻ എന്നോട് ചോദിക്കും. അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് യെസ് 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 എന്ന് ഞാൻ എന്നോട് പറഞ്ഞാൽ മാത്രമേ ആ കാര്യത്തിന് വേണ്ടി ഞാൻ കാലെടുത്ത് വെക്കാറുള്ളൂ എന്ന് പറയുന്ന പോലെ ഇന്നലെ കൊച്ചിൻ പട്ടണത്തിലേക്ക് പോയി. അത് രാവിലെ ഞങ്ങൾ കുറച്ചുപേർ അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ കൊച്ചിൻ ചർച്ചിൽ ഒരു ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒരു പുതുവീഞ്ഞ സ്തോത്രം പാസ്റ്റർ സുമയുടെ ഉള്ളിൽ ദൈവം ഈ ഹൗസ് ഓഫ് പ്രയറിനോട് ദൈവം പകരുന്നു. ഞാൻ അതിനനുസരിച്ച് ഞാൻ റെഡി അല്ലെങ്കിൽ എന്ത് പറ്റും? ഞാൻ പറയും വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഇവിടെ ഉള്ളത് തന്നെ അധികമാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ബോക്സ് ഇടാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായി, അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തിയായി, നോ ifs and buts, absolute surrender. ഈ പുതുവീഞ്ഞ് നാം പ്രാപിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തുരുത്തികൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ വീടിന്റെ അപ്പുറത്ത് പോയി നമുക്ക് സുവിശേഷം പറയാൻ കഴിയില്ലെങ്കിൽ, അങ്ങനെ ഒരു ഹൃദയമില്ലെങ്കിൽ, അങ്ങനെ ആവേശമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പട്ടണങ്ങളെ ജയിക്കും? നമ്മൾ എങ്ങനെ പട്ടണങ്ങളിലേക്ക് പോകും? നമ്മൾ എന്തിനാണ് രാജ്യങ്ങളിൽ പോയി സുവിശേഷം പറയാൻ നമ്മൾ സ്വപ്നം കാണുന്നത്? ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നമ്മുടെ ചുറ്റും ദൈവം ഇത്രയും അവസരങ്ങൾ തന്ന് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, why should God give you the grace and the anointing and take you and give you a burden? ഈ പുതുവീഞ്ഞ് നമ്മെ ശക്തീകരിക്കും, നമ്മെ ജീവിപ്പിക്കും, നമ്മെ ചലഞ്ച് ചെയ്യും. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു തീർക്കാം. യെസ്, തുരുത്തിയും നശിച്ചു പോകും, പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്രയെ പകർന്നു. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്രയെ പകരുന്നത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ ഒരു പ്രത്യേകത കർത്താവ് പറയാം, യേശു പറയാം, പഴയത് കുടിച്ചാൽ പുതിയതൊന്ന് വന്നാൽ അത് സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പഴയത് മതി, പഴയതായിരുന്നു നല്ലത്, പഴയ സിസ്റ്റം ആയിരുന്നു നല്ലത്, ഈ പുതിയതൊന്നും ഒത്തിരി ഇല്ലേ? നമ്മളെല്ലാരും അങ്ങനെയല്ലേ പറയുന്നത്? പക്ഷെ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കണമെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ പുതുവീഞ്ഞ് എന്തിനെയാണ് കാണിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പകർച്ചകളെ കാണിക്കുന്നു. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദി ഔട്ട്പൗറിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ റെസ്റ്റോറേറ്റീവ് മൂവിനെ, ആശ്വാസകാലങ്ങളെ. അപ്പോൾ പുതുവീഞ്ഞെന്ന് കേൾക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ വരേണ്ടത്? ദൈവത്തിന്റെ ആശ്വാസകാലങ്ങളായിട്ടോ, ദൈവത്തിന്റെ ഉണർവിന്റെ കാലങ്ങളാണ്. ദൈവം സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ആദിമസഭ എങ്ങനെ ആരംഭിച്ചുവോ, ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് മാളിക മുറിയിൽ പകരപ്പെട്ടപ്പോൾ എന്തെല്ലാം അവിടെ സംഭവിച്ചു, ആ ആദിമസഭയിൽ എന്തൊക്കെ സംഭവിച്ചുവോ അതിനേക്കാൾ വലിയ തലങ്ങളിൽ പരിശുദ്ധാത്മാവ് സകലത്തെ ആ കാര്യം ഉയർത്തി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 13 വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് 120 പേർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളൊക്കെ സംസാരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നപ്പോൾ അവരായിരുന്ന പഴയ മനുഷ്യരല്ല. 120 പേർ പ്രാർത്ഥിക്കുവാൻ 10 ദിവസം മുമ്പേ പോയതുപോലെയല്ല പുറത്തു വന്നത്. ആരോടൊക്കെയോ ദൈവം വീണ്ടും ദൂത് പറയുന്നു. നിങ്ങൾ ഒട്ടും മാറിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ വീഞ്ഞ് നിങ്ങളെ ലേശം ടച്ച് ചെയ്തിട്ടില്ല. പഴയതുപോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളിൽ ആ ചലനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത് പരിശുദ്ധാത്മാവിന്റെ പ്രോബ്ലം അല്ല, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാത്തതിന്റെ പ്രോബ്ലം. അപ്പോൾ 120 പേർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എന്ത് ചെയ്തു? അന്യഭാഷകളാൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവര് പുറത്തേക്ക് ഇറങ്ങി. അവരുടെ വായിൽ നിന്ന് വരുന്നത് എന്താ? പുതുഭാഷകളാ, അന്യഭാഷകളാണ്. നമ്മളിവിടെ എത്ര അന്യഭാഷ പറഞ്ഞാലും നമ്മളെ കാണുന്ന ആൾക്കാര് പറയുമോ, ഇത് ലഹരി പിടിച്ച് നടക്കുന്ന ആൾക്കാരാണെന്ന്? ഇല്ലേ? നമ്മൾ വളരെ മാന്യമായിട്ടാണ് അന്യഭാഷകൾ പറയുന്നത്, ഇല്ലേ? നമ്മുടെ കൺട്രോളിലാണ് അന്യഭാഷ എല്ലാം നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഈ 120 ആൾക്കാര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളൊക്കെ. അപ്പോൾ എന്തോ വ്യത്യസ്തമുണ്ടായിരുന്നു. അപ്പൊ അവരെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇന്നത്തെ തലക്കെട്ടും ഫുൾ ഓഫ് ന്യൂ വൈൻ. They were not half of new wine, they were full. ഒന്ന് പറയാം, full of new wine. Full of new wine. പുതുവീഞ്ഞ് കൊണ്ടങ്ങ് നിറഞ്ഞ് കവിഞ്ഞു. So new wine speaks about an overflow of the Holy Spirit. അപ്പോൾ അവരെ കണ്ടപ്പോൾ എന്താ? ജനത്തിന് ആശ്ചര്യമായി, ചിലർക്ക് അതിശയമായി, ആശ്ചര്യമായി, ചിലർ പരിഹസിക്കാൻ തുടങ്ങി. ഇതാ കണ്ടോ, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്ന full of the new wine. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ സംസാരം മാറി, അവരുടെ നോട്ടം മാറി. അപ്പോൾ ആ ലഹരിയിൽ പിടിച്ച്
ആടുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭയം മാറി, മുഖത്ത് ചിരിയായി, ഇൻഹിബിഷൻസ് ഒക്കെ മാറി. നമ്മൾ പറയത്തില്ല, ഇവിടെ പറഞ്ഞൊന്ന് ചിരിക്കുന്ന എല്ലാവരും ഇല്ലേ? സ്തോത്രം. ഇവിടെ ഒരു ക്യാമറ എടുത്ത് നോക്കി നമ്മുടെ മുഖം നോക്കിയാൽ നമ്മളെല്ലാം മ്ലാനമായിട്ടിരിക്കുന്ന മുഖമാണ് കാണുന്നത്. അതുകൊണ്ടാണ് സ്റ്റേജിൽ നിന്ന് പാസ്റ്റർമാർ എന്ത് പറയുന്നത്, ഒന്ന് ചിരിക്കെന്ന് പറയുന്നത്. പക്ഷെ ഈ പുതുവീഞ്ഞ അകത്ത് എന്നാൽ പിന്നെ നിങ്ങളോട് പറയേണ്ടി വരും, സിസ്റ്ററെ ഇത്രയും വേണ്ട, ബ്രദറേ ഇത്രയും അങ്ങനെയൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നു. അതെ, പരിശുദ്ധാത്മാവ് തന്റെ സഭയെ ഇല്ല ഇവിടെ വരുമ്പോൾ സാധാരണ സഭയിൽ എല്ലാവരും അങ്ങ് വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന പോലെ. അതുകൊണ്ട് ഇവിടുന്ന് എന്താ പാസ്റ്റർമാരും വർഷിപ്പ് ലീഡേഴ്സും ഒക്കെ അങ്ങ് എന്താ ചിരിപ്പിക്കാൻ നോക്കുകയാണ്, സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ്, ഉത്സാഹിക്കാൻ, പ്രബോധിപ്പിക്കുകയാണ്. പക്ഷെ ഈ പുതുവീഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, പിന്നെ ആൾക്കാർക്ക് ഇരിക്കാനില്ല. അവരുടെ കാലുകൾ ആടുന്നു, അവരുടെ കൈകൾ ആടുന്നു, ഹാലലൂയ, അവരുടെ അധരങ്ങൾ ചലിക്കുന്നു. ഹാലലൂയ, वो आत्मा में नाचते और झूमते, ആത്മാ में आनंद करते हुए. ഹാലലൂയ, അവർ ആത്മാവിൽ സന്തോഷിച്ച്, അവർ ആത്മാവിൽ നൃത്തം ചെയ്ത്, അവർ ആത്മാവിൽ പാടി, അവരിയ്ക്കുമ്പോൾ തന്നെ എന്താ ഒന്ന് പറയാം, ഫുൾ ഓഫ് ദ ന്യൂ വൈൻ. എത്ര പേർക്ക് അങ്ങനെ ഒന്ന് ആഗ്രഹമുണ്ട്, കർത്താവേ ഈ പുതുവീഞ്ഞിനാൽ ഞാനൊന്ന് നിറയണം. അത് മനസ്സിലാക്കാൻ രണ്ട് വാക്കുകൾ, ഫുൾ ഓഫ് ദ ന്യൂ വൈൻ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദമാണ് മെസ്റ്റു എന്ന് പറഞ്ഞാൽ ഫുൾ മെസ്റ്റു, ഫിൽഡ് ടു ഓവർഫ്ലോ. നമ്മൾ ഫുൾ ഓഫ് ദ ന്യൂ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആ വാക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ, മെസ്റ്റു എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു പാത്രം നിറഞ്ഞ് കവിയ, ഇറ്റ്സ് ഫിൽഡ് ടു ഓവർഫ്ലോ, തുളുമ്പുകയാണ്, ആനന്ദം തുളുമ്പുകയാ, സന്തോഷം തുളുമ്പുകയാ. ഹല്ലേലൂയ. ആദ്യമ സഭയുടെ ഒരു ആരാധന വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല അവരിയ്ക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആത്മസന്തോഷം ഇല്ലേ? നമ്മളിപ്പോഴും ആത്മസന്തോഷം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവേ എന്ത് ചെയ്യണം? ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. നമ്മൾ ഈ പ്രാർത്ഥിച്ച് അതിന്റെ ഒരു ഉത്തരമാണ്, നിറയ്ക്കുവാൻ ദൈവം റെഡിയായി പുതുവീഞ്ഞ് പകരുകയാണ്. മക്കളെ, നീ ഒന്ന് വാങ്ങി ഒന്ന് കുടിക്കുക. ആത്മസന്തോഷം കൊണ്ട് ആരാധിക്കുവാൻ, ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ, സ്വർഗ സന്തോഷം കൊണ്ട്. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? മെസ്റ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ, നിറഞ്ഞ് കവിയുകയായി. ഇറ്റ്സ് ഫിൽഡ് ടു ഓവർഫ്ലോ. അവിടെ കുറവില്ല, അതങ്ങ് നിറഞ്ഞ് കവിയുകയാണ്. അതിന്റെ വേറൊരു വാക്കാണ് ഡ്രങ്ക്. കുടിച്ച് മത്താകുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് മെസ്റ്റു അല്ലേ? ഒരാൾ കുടിച്ചങ്ങ് മത്തായി, ലഹരിയിലായി, അല്ലെങ്കിൽ അതിന്റെ കൺട്രോളിലായി, ഫുള്ളി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ, എബൗണ്ട് ചെയ്യുക, അതിനാലങ്ങ് പിടിക്കപ്പെട്ടു, അതിനാലങ്ങ് നിയന്ത്രിക്കപ്പെടുകയാണ്. അതിനാണ് പറയുന്നത് ഡ്രങ്ക്. ഇവരെ കണ്ടപ്പോൾ പത്രോസ് പറയുക, ഇത് മദ്യമല്ല, മറ്റേ വീഞ്ഞല്ല, ഇതെന്താണ്? This is the wine of the Holy Spirit. They are drunk not with alcoholic intoxicating drinks, but they are drunk in the Spirit. TPT translation, but others poked him at them and said they are just drunk on new wine. Our word avidana drunk in the Spirit. Atmavil drunk in the Spirit. ആത്മാവിൽ അത്രമാത്രം, ആത്മാവിന്റെ ആ കൺട്രോളിൽ, ആ ആത്മസന്തോഷത്തിൽ. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? കർത്താവേ ഡ്രങ്ക് ഇൻ ദി സ്പിരിറ്റ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ അനുഭവങ്ങളേ ഉള്ളൂ ദൈവസഭയില്, ആഗോള സഭകളിൽ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്കതങ്ങ് ഉൾക്കൊള്ളുവാൻ അത്രമാത്രം ആത്മസന്തോഷം കൊണ്ട്. മെസ്റ്റു, somebody say മെസ്റ്റു, മെസ്റ്റു, hallelujah, fully under the influence. Yeah. അപ്പോൾ അവർ പൊട്ടി അങ്ങ് ചിരിക്കുക, സന്തോഷിക്കുക. അപ്പോൾ പുതുവീഞ്ഞ് എന്താ കാണുന്നത്? ദുഃഖങ്ങൾ മാറി, സീസണുകൾ മാറി എന്നാ കാണിക്കുന്നത്. നിരാശയും വേദനയും ഇല്ലേ, നെടുവീർപ്പുകൾ മാറി, സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാണ് പുതുവീഞ്ഞ് കാണിക്കുന്നത്. ഫിൽഡ് ടു ഓവർഫ്ലോ. Somebody say മെസ്റ്റു. ഹല്ലേലൂയ. കർത്താവേ, നീ എനിക്ക് പകുതി ഫില്ല് വേണ്ട. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ പകുതി ആത്മനിറവ് വേണ്ട. I want to be full of the new wine. അടുത്തൊരു വാക്കാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ വന്നു ഇല്ലേ, കൊടിയ കാറ്റ് പോലെ അടിച്ചു, പിളർന്ന നാവ് പോലെ അവരുടെ മേൽ വന്നിരുന്നു, അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിൽഡ് എന്ന് പറഞ്ഞൊരു വാക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ഉം 19-ഉം വാക്യത്തിൽ അവിടെയും പറഞ്ഞിരിക്കുന്ന ഇല്ലേ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും, എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. Ephesians 5:18, be filled with the Holy Spirit. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് പ്ലേറോ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം. അതിന്റെ അർത്ഥവും നിറഞ്ഞ് തുളുമ്പി കവിയുക. ഫിൽഡ് ടു ദ ബ്രിം ആൻഡ് ഓവർഫ്ലോയിങ്. വക്കോളം നിറഞ്ഞ് എന്ത് ചെയ്യുക? അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് പറയുമ്പോൾ പാത്രം വക്കോളം വന്ന് അത് നിറഞ്ഞ് തുളുമ്പുന്ന ഒരു അനുഭവം. Somebody say പ്ലേറോ. രണ്ട് വാക്കുകളാണ് ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ ഒരു വ്യക്തി മദ്യത്തിന്റെ ലഹരിയിലായി അവന്റെ കൺട്രോൾ പോയി ആ ലഹരിയുടെ കൺട്രോളിൽ വരുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക്, നിയന്ത്രണത്തിലേക്ക് അവരെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. മെസ്റ്റോ. ആ കാര്യം രണ്ടും ഉയർത്തി എന്ന് പറയാം. മെസ്റ്റോ ആൻഡ് പ്ലേറോ, മെസ്റ്റോ ആൻഡ് പ്ലേറോ, മെസ്റ്റോ ആൻഡ് പ്ലേറോ. നിറഞ്ഞ് തുളുമ്പി കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം. യോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം
അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്ക് അവിടെ കാണാം, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ നടക്കുമ്പോൾ അന്ത്യകാലങ്ങളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറയുമ്പോൾ ഓവർഫ്ലോ ഇന്ന് പകൽക്കാലം, സ്തോത്രം, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് വീശി പറയാം. ആൻഡ് ഡിവൈൻ ഓവർഫ്ലോ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:24 വാക്യം. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. നോക്കിയേ, കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? ഒരു അല്പം നൽകുക എന്നല്ല, ഒരു ഹാഫ് ഡോസ് തരിക എന്നല്ല, ഇറ്റ്സ് എ ഫുൾ ഡോസ്. അതെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പുതുവീഞ്ഞ് പകരുമ്പോൾ നമ്മുടെ പാത്രങ്ങൾ നിറഞ്ഞു കവിയുവാൻ ദാവീദിന് ഭയങ്കര അനുഭവം. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എന്റെ പാനപാത്രം നിറയും എന്നല്ല, നിറഞ്ഞ്. അതെ, പുതുവീഞ്ഞ് കുടിച്ചപ്പോൾ ഈ 120 പേർക്ക് എന്ത്? അവർക്ക് സുവിശേഷത്തെ കുറിച്ചോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചോ ലജ്ജ മാറി. അവർക്ക് ഒരു നാണക്കേടില്ല. അടിച്ച് പൗലോസിനെയൊക്കെ ജയിലിലിടുമ്പോഴും പൗലോസ് പറയാ, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് എന്തില്ല. ഇന്ന് മിക്ക ആൾക്കാർക്ക് ലജ്ജയാണെന്നേ, ഇല്ലേ? ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമ്മളൊരു കർത്താവിനെ വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണെന്ന് നമ്മൾ എത്രയും പറ്റും, ഇല്ല, യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ പറയുമ്പോൾ നമുക്ക് യേശുവിനെ കുറിച്ച് എങ്ങനെ പറയും? അവരെന്ത് ചിന്തിക്കും? ഈ പുതുവീഞ്ഞ് കുടിച്ചാൽ നമുക്ക് യേശുവിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഐഡന്റിറ്റി തന്നെ യേശുവാണ്. അതെ, നമ്മുടെ ചക്കകൾ കവിഞ്ഞൊഴുകുന്ന നമ്മുടെ ഭണ്ഡാരങ്ങൾ, the flow shall be full of wheat and the vat shall overflow with wine. Somebody say and overflow. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 6-8 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വീണ്ടും ഓടിച്ചു വായിക്കാം. അപ്പോൾ പുതുവീഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ആ മുഖത്ത് തന്നെ അവർ യഹോവയിലേക്ക് നോക്കി, അപ്പോൾ മുഖം പ്രകാശിച്ചു നിൽക്കുന്നത്, ശോഭപൂർണമായി നിൽക്കുന്നത്, ആ മുഖത്ത് ഭയങ്കര സന്തോഷവും ചിരിയും. അത് ആത്മനിറവ്, അത് പുതുവീഞ്ഞിന്റെ ഒരു ഭയങ്കര പ്രവൃത്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ 120 കണ്ടപ്പോൾ അങ്ങനെയാണ്. അവര് കൈപൊക്കുന്നു, അവരാടുന്നു, അവർ നൃത്തം ചെയ്യുന്നു, അവർ ഭയങ്കരമായി കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. രണ്ടാമത് ഭയം മാറി, മരണഭയം മാറി. നീ അവരെ ജയിലിൽ പിടിച്ചിടുമോ? അവരെ വിലക്കുമോ? അവരുടെ സാമഗ്രികളെല്ലാം, അവരുടെ വസ്തുക്കളെല്ലാം പിടിച്ച് അവരെ കാരാഗ്രഹത്തിൽ കൊണ്ടിടുമോ? അവർക്ക് ഭയം മാറി, മരണഭയം മാറി, പ്രാണഭയം മാറി, ഇല്ലേ? റോമാ ഗവൺമെന്റിന്റെ ഭയം മാറി, ഭാവിയെ കുറിച്ചുള്ള ഭയം മാറി. ഈ ആത്മാവിന്റെ പുതുവീഞ്ഞാൽ നാം പിടിക്കപ്പെടുമ്പോൾ നമ്മളൊരു അത്ഭുതമാകും, നമ്മളൊരു അതിശയമാകും. നമ്മുടെ PG വർഗീസ് അങ്കിള് ഫാമിലി കോൺഫറൻസ് വന്ന്, ഇല്ലേ, 85-ാമത്തെ വയസ്സില് അങ്കിളുടെ നിപ്പ് കണ്ടോ? ആരാധന കണ്ടോ? ചാട്ടം കണ്ടോ? ഡാൻസ് കണ്ടോ? ഏതോ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ ആഴമായി സ്പർശിക്കപ്പെട്ട് ആ പുതുവീഞ്ഞ് പിടിക്കുന്നതുകൊണ്ടാണ് 85-ാമത്തെ വയസ്സിലും ഭയങ്കരമായി, അത് ചെറിയൊരു ചാട്ടമല്ല, അല്ലേ? നമ്മളെ കണ്ടവരറിയാം, ഡാൻസ് കാണുമ്പോൾ അറിയാം. വൈ? ഫുൾ മെസ്റ്റു. നമുക്ക് PG അങ്കിളുടെ സാക്ഷ്യം അറിയാം. മറ്റേത് നല്ലോണം കടിച്ച് സ്തോത്രം ഹല്ലേലൂയ കുടിയൻ PG എന്ന് അറിഞ്ഞ ആ മനുഷ്യനെയാണ് സ്തോത്രം ഹല്ലേലൂയ ആത്മനിറവിന്റെ ആഴങ്ങളിലേക്ക്. എത്ര പേര് അങ്ങനെ ഒന്ന് പറയും, കർത്താവേ, take me deeper, God, take me deeper. I'm willing. Praise be to God. Hallelujah. 1 പത്രോസ് 1-ാം അധ്യായം 6-8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നു, വലിയ പീഡനമാണ്, പ്രശ്നമാണ്. അപ്പോൾ സാഹചര്യങ്ങൾക്ക് അതീതമാണ് ഈ പുതുവീഞ്ഞ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഈ ക്രിയ, ഈ പ്രവൃത്തി നമ്മളിൽ ചെയ്യുന്നത്. അവർ പീഡനങ്ങളിൽ കൂടെ പോവുകയാണ്. ഒത്തിരി ആൾക്കാരെ ജയിലിൽ ഇട്ടേക്കാണ്, തടവറയിലാണ്. ഒത്തിരി ആൾക്കാരുടെ സാധനങ്ങൾ, സാമഗ്രികളെല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോയി. ഒറ്റ കാരണം, ഇവർ യേശുവിനെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളാണ്, ഇവർ യേശുവിന്റെ വഴിയിൽ ഉള്ളവരാണ് എന്നുള്ള ഒറ്റ കാരണം ഇവരെ പീഡിപ്പിക്കുകയാണ്, ഇല്ലേ? പീഡനമാണ്. ഇന്ന് നോർത്ത് ഇന്ത്യയുടെ അനേക സ്ഥലങ്ങളിൽ നിങ്ങൾ വിശ്വാസികളാണ്, യേശുവിന്റെ വിശ്വാസികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടിയാണ്, അപമാനിക്കുകയാണ്, നിങ്ങളുടെ സാധനങ്ങൾ നശിപ്പിച്ചു കളയുകയാണ്. പക്ഷെ സാഹചര്യങ്ങൾക്ക് അതീതമായി, വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ അതീതമായി ഇവിടെ എന്താ അവർ ചെയ്യുന്നത്? Wherein you greatly rejoice now for a season, if need be, you are in heaviness through manifold temptation. Yes. അഴിഞ്ഞു പോകുന്നതും തീയാൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, അപ്പോൾ ഈ പുതുവീഞ്ഞ് കുടിച്ച് അപ്പോസ്തലന്മാർ പോയി സുവിശേഷമൊക്കെ പറഞ്ഞ് അവർ യേശുവിനെ അറിഞ്ഞു. അവർ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാർ കണ്ട സുവിശേഷം, അവരനുഭവിച്ച യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ തൊട്ടതും കണ്ടതും സ്പർശിച്ചതും അവർ പറഞ്ഞപ്പോൾ ഈ പ്രിയജനവും യേശുവിനെ അറിഞ്ഞവരാണ്. അപ്പോൾ അവർ യേശുവിനെ കണ്ടിട്ടില്ല, എങ്കിലും അവർ യേശുവിനെ വിശ്വസിച്ച് സ്നേഹിക്കുന്നു.
ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആ. അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും ആ. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഈ പുതുവീഞ്ഞ് നൽകുന്ന സന്തോഷം എന്താ? അത് ബുദ്ധിക്ക് അതീതമാണ്, അത് സാഹചര്യങ്ങൾക്ക് അതീതമാണ്, വിഷയങ്ങൾക്ക് അതീതമാണ്. And they are rejoicing with joy unspeakable, full of glory. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ആത്മസന്തോഷം, അതുപോലെ ഉള്ള അനുഭവങ്ങൾ ദൈവസഭയിൽ ദൈവം നൽകുകയാണ്. അങ്ങനെയാണ് ഈ വിശുദ്ധ ചിരി, ഹോളി ലാഫ്റ്റർ പൊട്ടിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചിരി പൊട്ടിച്ചിരിയൊക്കെ ഒരു ലെവലിലാണ്, പക്ഷെ ആത്മാവിനാൽ നമ്മുടെ നൃത്തമൊക്കെ ഒരു ലെവലിലാണ്. പക്ഷെ ഈ സന്തോഷത്തിന്റെയും ആത്മസന്തോഷത്തിന്റെയും അന്യായം 104 സങ്കീർത്തനം അതിന്റെ 15 വാക്യം. ഈ വീഞ്ഞ് എന്ന് പറയുമ്പോൾ അത് കുറിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ന്യൂ വൈൻ സ്പീക്സ് അബൌട്ട് ജോയ് ആൻഡ് ഗ്ലാഡ്നെസ്. ബിക്കോസ് അത് ദൈവരാജ്യത്തിൽ വലിയൊരു ആയുധമാണ്. കർത്താവിന്റെ സന്തോഷമാണ് നമ്മുടെ ബലം. The joy of the Lord is our strength, and joy is a weapon in the hands of the believer. വിശ്വാസിയുടെ കയ്യിൽ നമ്മുടെ സന്തോഷം. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്ത് ഈ പുതുവീഞ്ഞ് പകർന്ന് പ്രശ്നങ്ങൾക്ക് അതീതമായി, വിഷയങ്ങൾക്ക് അതീതമായി, സാഹചര്യങ്ങൾക്ക് അതീതമായി, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായി നമ്മളൊന്ന് ആരാധിക്കുവാൻ, നമ്മളൊന്ന് സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, തുള്ളിച്ചാടുവാൻ, ഒന്ന് നമ്മുടെ പാത്രങ്ങളൊന്ന് തുളുമ്പുവാൻ, ഒന്ന് കവിഞ്ഞൊഴുകുവാൻ തുടങ്ങുമ്പോൾ വാഹ്, പിശാചൻ ആകെ ആശയക്കുഴപ്പത്തിലാകും. ഇവനെ എത്ര ഇട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാലും പീഡിപ്പിക്കാൻ നോക്കിയാലും ഇവൻ ഇതെല്ലാം പൊളിച്ച് ഇവൻ ദൈവത്തെ joy. There's a joy. Amen. A joy that's unspeakable, full of glory. അതെ, 104 അധ്യായം അതിന്റെ 15 വാക്യം വായിക്കാം. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്. മറ്റു നല്ല വീഞ്ഞും ലഹരിയില്ലാത്ത വീഞ്ഞ് ഇല്ലേ, അത് ദഹനത്തിനും മനുഷ്യന്റെ ഹൃദയത്തിന് സന്തോഷമാണ് എന്ന് പറയുന്ന പോലെ അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും, അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും, മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും. ഒക്കെ ഒന്ന് വീശി പറയാം. സ്തോത്രം. എന്താ വീഞ്ഞ് എന്തിനാ കാണിക്കുന്നത്? It speaks about joy and gladness. അപ്പോൾ ഈ പുതുവീഞ്ഞ് പകരപ്പെടുമ്പോൾ, ഇതിൽ നിന്ന് നമ്മൾ പാനം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം, ആത്മസന്തോഷം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉണർവിന്റെ കാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പാട്ടുകൾ, സോങ്സും അവിടെ പാടുന്നു, ആടുന്നു, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. പുതുവീഞ്ഞ് കാണിക്കുന്നത് ദൈവത്തോടുണ്ടായിരിക്കുന്ന സ്നേഹത്തിന്റെ ആഴം. It's a returning to that first love, to deep intimacy. പെട്ടെന്ന് സോങ്സ് ഓഫ് സോളമൻ, ഉത്തമഗീതങ്ങൾ 1 അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകും. നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകുമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. അപ്പോൾ ഈ പുതുവീഞ്ഞ് എന്തിനെ അർത്ഥമാക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തെ. ഹല്ലേലൂയ. പുതുവീഞ്ഞ് പകരപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ. ഈ പുതുവീഞ്ഞിനാൽ നാം പിടിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ആഴമായ ദൈവത്തോടുണ്ടായിരിക്കുന്ന ആ സ്നേഹം, കർത്താവിനോടുണ്ടായിരിക്കുന്ന ആ ഇന്റിമസിയിൽ. സോ ന്യൂ വൈൻ സ്പീക്സ് അബൌട്ട് ഡീപ് ലവ്. അതെ, ഈ പുതുവീഞ്ഞിനാൽ നാം പിടിക്കപ്പെടുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. വീഞ്ഞിനേക്കാൾ വീര്യമുള്ള ദൈവത്തിന്റെ സ്നേഹം. ലൂക്കോസ് സുവിശേഷം 15 അധ്യായം 20 വാക്യം. മുടിയനായ പുത്രൻ ഹൃദയത്തിൽ കുത്തുകൊണ്ട് താൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് ബോധ്യപ്പെട്ട്, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ സ്വർഗത്തോടും അപ്പാ നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് മുടിയനായ പുത്രൻ മനസാന്തരപ്പെട്ട് തന്റെ ഭവനത്തിലേക്ക് ഓടി വരുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന തന്റെ അപ്പന്റെ പ്രതികരണം നമുക്കൊന്ന് വായിക്കാം. യെസ്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അവൻ അപ്പന്റെ അടുക്കലേക്ക് പോയി. ദൂരത്ത് തന്നെ അപ്പൻ അവനെ കണ്ടു. ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അതെ, മാനസാന്തരത്തിന്റെ കാലങ്ങൾ, ദൈവത്തിന്റെ ആശ്വാസ കാലങ്ങളെ ഈ ദിവസങ്ങളിൽ പുതുവീഞ്ഞ് പകരപ്പെടുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുവാൻ, നമ്മളെ മുക്കുവാൻ, നമ്മളെ നിറയ്ക്കുവാൻ. നമ്മുടെ ഹൃദയം ദാവീദിന്റെ ഭാഷയിൽ I am love sick. എനിക്കൊരു പ്രേമ പരവശനായി തീർന്നു. I am love sick. ഇവിടെ എത്ര പേർക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു പരവശമുള്ളത്? അത് ഈ പുതുവീഞ്ഞ് കുടിക്കുമ്പോൾ അങ്ങനെ ഒരു സ്നേഹ പരവശം വരും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? അവർ ദൈവത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. അവരെല്ലാം വിട്ട് ദൈവത്തിന്റെ പുറയിലേക്ക്, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളിലേക്ക് അവരെ തന്നെ ഏൽപ്പിക്കും.
ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ പുതുവീഞ്ഞിനാൽ നമ്മളെ നിറച്ച് അങ്ങനെ കർത്താവിനെ സ്തോത്രം സ്നേഹിക്കുവാൻ, വാഞ്ചിക്കുവാൻ, into that deeper love and deeper intimacy with God. പുതുവീഞ്ഞ് കാണിക്കുന്നത് എന്താണ്? അത് ആഴമായ രൂപാന്തരത്തെ കാണിക്കുന്നു. അത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണിക്കുന്നു. ന്യൂ വൈൻ സ്പീക്സ് അബൌട്ട് ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ, വലിയ രൂപാന്തരത്തെ കാണിക്കുന്നു. പുതുവീഞ്ഞ് എന്ന് പറയുമ്പോൾ ചെറിയ രൂപാന്തരങ്ങളല്ല, ചരിത്രം കുറിക്കുന്ന രൂപാന്തരങ്ങളെ അത് കാണിക്കുന്നു. അത് ദൈവത്തിന്റെ മഹത്വത്തെയും അത്ഭുത പ്രവൃത്തികളെയും കാണിക്കുന്നു. അങ്ങനെ ഒരു വിരുന്ന് ഒരുക്കിയിട്ടാണ് ദൈവം നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. Come to my banqueting table and drink from the new wine. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 3-4. നമുക്കറിയാം, കാനാവിലെ കല്യാണം നടക്കുകയാണ്. വീഞ്ഞ് അവിടെ തീർന്നുപോയി. പെട്ടെന്ന് യേശുവിനോട് അമ്മ വന്ന് പറയാം, അമ്മ മോനെ വീഞ്ഞ് തീർന്നുപോയി. നമുക്ക് വായിക്കാം 3-ാമത്തെ വാക്യം. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. വീഞ്ഞ് എന്താ കാണിക്കുന്നത്? സ്വന്തം അത്ഭുത പ്രവർത്തികൾ. ഇത് ഈ പുതുവീഞ്ഞിന്റെ ഈ മെസ്സേജ്, ദൂത്, ഈ ദൈവത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന മിറക്കിൾ വർക്കറായ യേശുവിന്റെ കരപ്രവൃത്തിയുടെ ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. വീഞ്ഞ് തീർന്നുപോയി. നമുക്കറിയാം, കല്യാണമാണ്, വിവാഹമാണ്. പെട്ടെന്ന് എന്താ വിളിച്ച് ആൾക്കാർക്ക് കൊടുക്കുവാൻ ആഹാരമില്ല, വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ വലിയ മാനക്കേടാണ്, നാണക്കേടാണ്, മോശമാണ്, ഇല്ലേ? ലജ്ജയുടെ കാരണമാണ്. പക്ഷെ എന്ത് ചെയ്തു? നമുക്ക് ചരിത്രം അറിയാവുന്നതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ആദ്യം അമ്മയോട് പറഞ്ഞു, അമ്മ സമയമായിട്ടില്ല. പക്ഷെ ഒരു അമ്മയുടെ വിശ്വാസം, തന്റെ മകനിൽ അമ്മയുടെ വിശ്വാസം എന്ത് ചെയ്തു? സമയത്തിന് മുമ്പേ അത്ഭുതങ്ങളെയും ദൈവപ്രവൃത്തികളെയും സൃഷ്ടിക്കുവാൻ ഇടയായിട്ട്. കർത്താവിന്റെ സമയമായിട്ടില്ലായിരുന്നു, പക്ഷെ ഒരു അമ്മ തന്റെ മകനെ വിശ്വസിച്ചതും തന്റെ മകനെ കുറിച്ചുകൊണ്ടായിരിക്കുന്ന ഡെസ്റ്റിനി വിളിച്ചു പറഞ്ഞതുകൊണ്ടും സമയത്തിന് മുമ്പേ പിതാവാം ദൈവം അത്ഭുതം ചെയ്യുവാൻ, ദൈവപ്രവർത്തികൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുക്കുവാൻ, a miracle, this is a miracle before time. ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം ഇതുപോലുള്ള വലിയ രൂപാന്തരങ്ങൾ, നിങ്ങൾ മാനക്കേടിൽ കൂടെ പോവുകയാണ്, ലജ്ജയിൽ കൂടെ പോവുകയാണ്, വഴിമുട്ടി നിൽക്കുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് ഈ പുതുവീഞ്ഞാൽ നിങ്ങളൊന്ന് നിറഞ്ഞാൽ, ഇന്ന് ആരോടൊക്കെയോ ദൈവത്തിന് സംസാരിക്കുവാനുണ്ട്. വീഞ്ഞ് എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? നല്ല ഭരണികളാണ് നമ്മൾ ശേഖരിച്ചു വെക്കുന്നത്. അത് വീടിന്റെ അകത്താണ് ശേഖരിച്ചു വെക്കുന്നത്. പക്ഷേ ഇന്ന് ഹല്ലേലൂയ, കർത്താവ് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുവാനിടയായിട്ട്. പെട്ടെന്ന് വായിക്കാം 4-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ മതി. കാല് കഴുകാൻ വെച്ചിരുന്ന വീടിന്റെ പുറത്തായിരുന്ന 6 കൽപാത്രങ്ങളിൽ അത് കാല് കഴുകാനാണ്. അതിന് വലിയ മാനമൊന്നുമില്ല. പുറന്തള്ളിയിരിക്കുകയാണ്, റിജക്റ്റഡ് ആണ്. ഭവനത്തിന്റെ ഉള്ളിലുള്ള ഭരണിയിലാണ് വീഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ വീഞ്ഞ് തീർന്നുപോയി. പക്ഷെ 6 കൽഭരണികളിലേക്ക് കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. കർത്താവ് പറയുക, ഈ വെള്ളത്തെയും വിലയില്ലാത്തതിനും മണമില്ലാത്തതിനും ഗുണമില്ലാത്തതിനും സർവ്വസാധാരണമായ കാല് കഴുകുവാൻ ഉപയോഗിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച ചിലരുടെ മേൽ എനിക്ക് പ്രവർത്തിക്കാനുണ്ട്. കർത്താവിന് ഭവനത്തിന്റെ ഉള്ളിലുള്ള ഭരണികളിൽ നിറയ്ക്കായിരുന്നു. പക്ഷെ കർത്താവ് പുറത്തുള്ള 6 കൽപാത്രങ്ങളെ, നിന്റെ ജീവിതത്തിലൂടെ എന്ത് നന്മയാ വരുന്നത്? നിനക്ക് വാക്ചാതുര്യമില്ല, നിനക്ക് വലിയ അറിവില്ല, കഴിവില്ല, നീ നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും നിനക്ക് വലിയൊരു മതിപ്പില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ ചരിത്രം മാറുന്ന ഒരു ദിവസമായി വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ദൈവത്തിന്റെ രൂപാന്തരത്തിന്റെ പ്രവൃത്തി ദൈവം അവിടെ കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതമായി വെള്ളം വീഞ്ഞാക്കി ദൈവം ഒരു മഹാ അത്ഭുതം ചെയ്തു. ഒരു വലിയ മിറക്കിൾ സംഭവിച്ചു, ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു എന്ന് മാത്രമല്ല, അത് യേശുവിന്റെ ആദ്യത്തെ അടയാളം, ദ ഫസ്റ്റ് സൈൻ. ഈ പുതുവീഞ്ഞ് പറയുന്നത്, നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ എനിക്ക് കഴിയും, നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ എനിക്ക് കഴിയും. വെള്ളവും വീഞ്ഞും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. നിന്റെ വില, നിന്റെ മാന്യത, നിന്റെ ഗുണം, നിന്റെ മേന്മ, നിന്റെ നന്മ, അതിനെല്ലാം മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. ആരുടെയൊക്കെയോ ജീവിതങ്ങളിൽ 6 കൽപാത്രങ്ങളെ പോലെ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥകളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരപ്രവൃത്തിയാണ് ഈ പുതുവീഞ്ഞ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ, എനിക്ക് നിന്നെ മാറ്റുവാൻ കഴിയും, നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും, നിന്നെ എനിക്ക് പുറത്തെടുക്കുവാൻ കഴിയും. ആ വിഴുന്ന് വായി ചോദിക്കുക, ഈ വീഞ്ഞ് നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം പകരുന്നത്, ഗസ്റ്റിന് ആദ്യം കൊടുക്കുന്നത്. പക്ഷെ ഇത്രയും നല്ല വീഞ്ഞ്, പക്ഷെ ദൈവം എപ്പോഴും അങ്ങനെയാ, നല്ലതിനെ ദൈവം അവസാനമേ എടുക്കുകയുള്ളൂ. ദൈവം അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുണ്ട്. 2025 അവിടെ ഇവിടെയും ഒളിഞ്ഞ് മറഞ്ഞ് മനുഷ്യരുടെ കണ്ണുകളിൽ ആ ലിസ്റ്റിൽ പെടാത്ത ദാവീദിനെ പോലെ 7 സഹോദരന്മാരുടെ ലിസ്റ്റിൽ നീ ഇല്ല, അപ്പന്റെ ലിസ്റ്റിൽ നീ ഇല്ല, അങ്ങ് കാട്ടിക്കിടക്കുന്നതേ ഉള്ളൂ. ആരുടെയൊക്കെയോ ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ പുതുവീഞ്ഞിന്റെ സീസണിൽ പുറയിലായിരിക്കുന്ന, പിൻപിലായിരിക്കുന്ന നിന്നെ ദൈവം മുമ്പിൽ കൊണ്ടുവന്ന്
തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വില വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to change your history. New wine speaks about that transforming power of God. നിന്നെ കംപ്ലീറ്റ് ആയി എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയായി ഇന്ന് ചെറിയ കാര്യം മതി നീ പൊട്ടിത്തെറിക്കും. ചെറിയ കാര്യം മതി നിന്റെ വായിൽ കോപം വരും, ദേഷ്യം വരും, മ്ലേച്ഛമായ വാക്കുകൾ വരും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിലാഴമായ ഒരു രൂപാന്തരം, മെറ്റമോർഫോസിസ് ദൈവത്തിന് ചെയ്യാനുണ്ട്. നീ ചിന്തിക്കുന്നതേ നെഗറ്റീവാ, നീ പറയുന്നതേ നെഗറ്റീവാ, പക്ഷെ നിന്നെ പൊളിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ പുതുവിഞ്ഞ് നിന്നിലേക്ക് ഒന്ന് വന്നാൽ, നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നീ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ തയ്യാറായാൽ, വെള്ളമായിരിക്കുന്ന നിന്നെ പുതുവീഞ്ഞാക്കി, വീഞ്ഞാക്കി, ദ ബെസ്റ്റ് വൈനാക്കി. വാവ്, ഹല്ലേലൂയ. അപ്പോൾ പുതുവിഞ്ഞ് എന്തിനെ കാണിക്കുന്നത്? പുതുവീഞ്ഞ് ദൈവത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പവറിനെ കാണിക്കുന്നു. ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ, ദ മിറക്കിൾ വർക്കിംഗ് പവർ ഓഫ് ഗോഡ്. ഈ പുതുവീഞ്ഞ് എങ്ങനെയാ ഉണ്ടാകുന്നത്? ഇല്ലേ, പുതുവീഞ്ഞ് മുന്തിരിങ്ങ എന്ത് ചെയ്യണം? അതിനെ നല്ല രീതിയിൽ ഇല്ലേ നമ്മൾ അങ്ങ് ഞെരടണം. ഇറ്റ് ഹാസ് ടു ബി ക്രഷ്ഡ്, ഇറ്റ് ഹാസ് ടു ബി പ്രസ്ഡ്, ഇറ്റ് ഹാസ് ടു ബി ട്രെഡഡ്. അങ്ങനെ അങ്ങ് ക്രഷ്ഡ് ആകുമ്പോൾ അതിൽ നിന്നാണ് ഈ പുതുവീഞ്ഞ് വരുന്നത്. ജീവിതത്തിന്റെ വേദനയേറിയ വിഷമേറിയ അനുഭവങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോയെങ്കിലും അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പുതുവീഞ്ഞ് പകർന്ന് നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ നിരാശകളെ, നിങ്ങളുടെ വിഷയങ്ങളെ, പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിങ്ങളെ ഉല്ലാസത്തോടും ജയത്തോടും കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. പുതുവീഞ്ഞ് സംസാരിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത അനുഗ്രഹത്തെ സംസാരിക്കുന്നു. ന്യൂ വൈൻ സ്പീക്സ് അബൌട്ട് ദ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 28-ഉം 29-ഉം വാക്യം. ഐസക് ഇസഹാക്ക് തന്റെ ആദ്യജാതനായ ഈസാവിന് മേൽ പകരുവാൻ, കൽപ്പിക്കുവാൻ, ആദ്യജാതന്റെ മേൽ റിലീസ് ചെയ്യുവാനായിട്ടുള്ള അനുഗ്രഹമാണ്. പക്ഷെ അത് യാക്കോബ് വന്ന് അത് തട്ടിയെടുത്തു. ദ ഫസ്റ്റ് ബോണിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇസഹാക്ക് റിലീസ് ചെയ്യുന്നത്. ആ അനുഗ്രഹത്തെ നമുക്കൊന്ന് വായിക്കാം. എന്താണ്? So the new wine speaks about the great blessing of God. Yes, right. ദൈവം ആകാശത്തിന്റെ മഞ്ഞും, ദൈവം ആകാശത്തിന്റെ മഞ്ഞും, ഭൂമിയുടെ പുഷ്ടിയും, ഭൂമിയുടെ പുഷ്ടിയും, അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തെരുമാറാകട്ടെ, നിനക്ക് തരുമാറാകട്ടെ. ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ പുഷ്ടിയും നിനക്ക് ദാനവും ധാന്യവും വീഞ്ഞും, ധാന്യവും വീഞ്ഞും നിനക്ക് തെരുമാറാകട്ടെ. നിനക്ക് പ്ലന്റി, പ്ലന്റി എന്ന് പറയാം. പ്ലന്റി അല്പമല്ല, ഹാഫ് അല്ല, 3/4 അല്ല, അധികമായി. ഹല്ലേലൂയ. 29-ാമത്തെ വാക്യം. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം, നിനക്ക് സഹോദരന്മാർ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായി. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവരെല്ലാം ശപിക്കപ്പെട്ടെ, നിന്നെ ശപിക്കുന്നവരെല്ലാം ശപിക്കപ്പെടട്ടെ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ. This is the first born blessing. ഹല്ലേലൂയ. ആദ്യജാതന്റെ മേൽ ഉള്ള. അപ്പോൾ പുതുവീഞ്ഞ് കാണിക്കുന്ന എന്താണ്? അളവില്ലാത്ത ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. New wine speaks about the great blessing. ഈ ദിവസങ്ങളിലൊക്കെ പുതുവീഞ്ഞ് പകരുന്നു, പുതുവീഞ്ഞ് പകരുന്നു, പുതുവീഞ്ഞ് പകരുന്നു. പുതുവീഞ്ഞിനാൽ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ആ വചന വെളിപ്പാടാണ് അളവില്ലാത്ത ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ തന്ന് ദൈവം നമ്മെ ഐശ്വര്യമായി നടത്തുവാൻ. ധാന്യവും വീഞ്ഞുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായി യാക്കോബിന്റെ ഉറവ് തനിച്ചും വസിക്കുന്നു, വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. ആകാശം ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ബന്ധത്തിൽ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, ഈ ജനം എന്റെ ജനമാ, എന്റെ ജനമാ, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ വേർതിരിച്ചിരിക്കുന്ന എന്റെ ജനമാ. ഞാൻ അവരെ അനുഗ്രഹിച്ച് ധാന്യവും വെള്ളം കൊണ്ട് ഞാൻ അവരെ തൃപ്തിപ്പെടുത്തും. ഉറവകളെ തുറന്ന്, സ്വർഗം തുറന്ന് ഞാൻ ആകാശത്തിലെ മഞ്ഞ് പെയ്ക്കും. ന്യൂ വൈൻ സ്പീക്സ് അബൌട്ട് ഗ്രേറ്റ് ഹാർവെസ്റ്റ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വചന വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് സ്വീകരിക്കാം. ഈ ദിവസങ്ങളിൽ പുതുവീഞ്ഞ് പകരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പുതിയ ചലനങ്ങൾ, അസാധാരണമായി പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അൺസ്പീക്കബിൾ ജോയ്, അസാധാരണമായ ദൈവത്തിന്റെ ധൈര്യം, വ്യത്യസ്തമായ വെളിച്ചവും വെളിപ്പാടുകളാണ് പുതുവീഞ്ഞിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത്. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിങ്ങളെ സ്നേഹിച്ച്, നോക്കിയ ദൈവം പറയാൻ, അവൻ നിന്നെ സ്നേഹിച്ച് വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. ഈ വചനം നമ്മളോട് വീണ്ടും പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ. ദൈവം സകലത്തെ എന്തെയും വർദ്ധിപ്പിക്കും, പെരുകുമാറാക്കും. There will be a great harvest. ആ കരമുയർത്തി. ആമേൻ, ആമേൻ. A great harvest. നിന്റെ കളപ്പുരകൾ നിറഞ്ഞ് കവിയും. നിന്റെ ചക്കുകൾ എണ്ണ കൊണ്ടും വീഞ്ഞു കൊണ്ടും എന്തെയും അത് കവിഞ്ഞ് ഒഴുകും. Amen. The new wine. Somebody say the new wine. The new wine. The new wine of the Holy Spirit. ആമോസിന്റെ പുസ്തകം
9-ാം അധ്യായം 12-14 വരെയുള്ള വാക്യങ്ങൾ. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 12-13 വരെയുള്ള വാക്യങ്ങൾ. വീണുപോയ ദാവീദിൻ കൂടാരത്തെ, വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും. നോക്കി, ഈ പുതുവീൻ നമ്മുടെ മധ്യത്തിൽ പകരപ്പെട്ടപ്പോൾ നമ്മുടെ ഹൗസ് ഓഫ് പ്രേയറുകൾ 15 വർഷമായി നമ്മുടെ ഹൗസ് ഓഫ് പ്രേയർ മിനിസ്ട്രികൾ നമ്മുടെ നടക്കുന്നു. ദാവീദിന്റെ കൂടാരത്തിലുള്ള ശുശ്രൂഷകൾ നടക്കുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ ഹൗസ് ഓഫ് പ്രേയർ മിനിസ്ട്രീസിന് മേൽ അസാധാരണമായ ദൈവത്തിന്റെ ഒരു മൂവ്മെന്റും ചലനവും ഇവിടെ നടക്കുന്നത് നമ്മൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുവാൻ ഒരു ആത്മപ്രേരണ. അത് ഇവിടെ മാത്രം അനുഗ്രഹമല്ല, അത് രാജ്യങ്ങളിൽ അനുഗ്രഹമാകുവാൻ, ദേശങ്ങളുടെ സ്ഥിതിഗതികൾ മാറ്റുവാൻ, ആത്മമണ്ഡലത്തിന്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ സ്ഥലങ്ങൾക്ക് വലിയ ബ്ലെസ്സിംഗ് ആകുവാൻ, ആരാധന കൊണ്ട്, സ്തുതി കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് ആകാശമണ്ഡലത്തെ നിറയ്ക്കുവാൻ. ഹല്ലേലൂയ. നമുക്ക് ആ വചനം വായിക്കാം. 12-ാം അധ്യായം. യെസ്. വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും, ആ പിളർപ്പുകളെ ഞാൻ അടയ്ക്കുകയും, അവന്റെ ഇടിവുകളെ തീർക്കുകയും, യെസ്, അതിനെ പുരാതന കാലത്തെന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇതനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴവൻ ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും, പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. The mountain shall drip with new wine. വലിയ ഒരു ദൈവപ്രവൃത്തിയാണ്. എന്താണ് പുതുവീഞ്ഞ് കാണിക്കുന്നത്? വീണുപോയ ദാവീദിന്റെ കൂടാരത്തിൽ ഞാൻ നിവർത്തും, അപ്പോൾ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും. The new wine, the new wine, the new wine, the new wine. ഇതെന്താ കാണിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഒരു പെട്ടെന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ, a divine acceleration. ദൈവം ചെയ്യുന്ന സകലതും പെട്ടെന്ന് 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 പെട്ടെന്ന്, സകലതും സൈക്കിളുകൾ പെട്ടെന്ന് നാരോ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഇന്ന് പകൽക്കാലം ആ പുതുവീഞ്ഞ് പ്രാപിക്കുവാൻ, അത് കുടിക്കുവാൻ, അത് സ്വീകരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വലിയ ആത്മപകർച്ചകളെ ദൈവം തുറന്ന് തന്റെ ജനത്തിന്മേൽ പകരുകയാണ്, ദേശങ്ങളിൽ പകരുകയാണ്. He is filling us with this new wine. ദൈവം പകരുമ്പോൾ നമ്മുടെ പ്രതികരണമാണ്, റെസ്പോൺസ് ആണ്. നമ്മളത് സ്വീകരിച്ച് നമ്മളത് കുടിക്കണം, നമ്മളത് പാനം ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളിലേക്ക്, the overflow of the Holy Spirit. You wine, the overflow. Plero, masto, drunk in the Spirit, അതെ, പെന്തക്കോസ്ത് നാൾ പോലെ പുതുവീഞ്ഞ് പകരുന്നേ, പാത്രങ്ങൾ നിറയുന്നേ, അഭിഷേകം ഒഴുകുന്നേ.